ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി തൻ്റെ മോനെയും കൂടി ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തൻ്റെ വൈഫ് തന്നെയും തൻ്റെ മോനെയും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് നടന്ന കാര്യങ്ങളും പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് തൻ്റെ അടുത്തും കുട്ടിയടുത്തും ചെയ്ത ദ്രോഹങ്ങൾ ഓരോന്നായിട്ട് ഈ ഒരു ഹസ്ബൻഡൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഫുൾ ആ ഒരു വീഡിയോയിൽ ഓരോ ദിവസമായിട്ട് ഈ ഒരു ഹസ്ബൻഡ് ഇടുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതേ സിമിലറായിട്ട് കുറച്ചധികം ഇഷ്യൂസ് ഇപ്പം നടക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഹൈപ്പും ചെയ്തേക്കുക. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വ്യക്തി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. മകനുമായിട്ട് ചേർന്നിട്ടാണ് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നത്. തൻ്റെ വൈഫിനെ കുറിച്ച് ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വൈഫ് തന്നെ തൻ്റെ മോനെയും കളഞ്ഞിട്ട് പോയേക്കുവാണ്, അതും കാമുകൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വൈഫ് ചെയ്തിട്ടുള്ള ചതികളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും മനസ്സിലാക്കിയതിന് ശേഷം എന്തൊക്കെയാണ് ഈ ഒരു ഭാര്യയെടുത്ത് ഈ ഒരു ഭർത്താവ് പറഞ്ഞതെന്നും പിന്നെ ഈ ഒരു കുട്ടിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഈ ഒരു ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈഫ് തന്നെയും തൻ്റെ കൊച്ചിനെയും കളഞ്ഞിട്ട് പോയത് വേറൊരു വ്യക്തിയുടെ കൂടെയാണ്. അവർ 1 വർഷത്തോളം ആയിട്ട് റിലേഷനിലാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമേ ഉണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവ് മനസ്സിലാക്കിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭർത്താവിന് ആ ഒരു വ്യക്തിയുടെ അമ്മയും കൂട്ട് നിൽപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെയല്ല എന്നുള്ളത്. ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഏകദേശം 1 വർഷത്തോളം ഇഷ്ടത്തിലായിരുന്നത് ഈ ഒരു ഭർത്താവ് കണ്ടുപിടിക്കുക, ഇനി ഇത് കണക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാര്യ അതൊന്നും കേൾക്കാൻ റെഡിയായിട്ട് പോലും ഇല്ലായിരുന്നു. ഈ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ബസ് കണ്ടക്ടറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു കുടുംബം നോക്കാൻ വേണ്ടി. വൈഫ് ഉണ്ടെങ്കിൽ ഈ ഒരു ഹസ്ബൻഡിനെ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഈ ഒരു വൈഫിനെയും അതുപോലെ തന്നെ ഈ ഒരു കാമുകനെയും കൂടെ പിടികൂടുന്നത്. അതിനുശേഷം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഇനി ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്ന കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയിൽ പല കാര്യങ്ങൾ വീട്ടിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ കുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഈ സ്വന്തം കുട്ടിക്കും അതുപോലെ തന്നെ അമ്മായിയമ്മയ്ക്കും ഉറക്ക ഗുളിക ഉണ്ടെങ്കിൽ രാത്രി കലക്കി നൽകുമായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു കാമുകനെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇത് 1 വർഷത്തോളം ഇങ്ങനെ നടക്കുമായിരുന്നു. ഏകദേശം എല്ലാ ആഴ്ചയിലും എപ്പോഴും അവർ കാണുമായിരുന്നു. കൂടുതലും ഈ ഒരു ഉറക്ക ഗുളിക ഈ ഒരു കുട്ടിക്കും സ്വന്തം കുട്ടിക്കും അതുപോലെ തന്നെ ഈ ഒരു അമ്മായിയമ്മയ്ക്കും കലക്കി കൊടുക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇൻ കേസ് എങ്ങനെ അതിൻ്റെ ഒരു അളവ് കൂടിയിരുന്നെങ്കിൽ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും പറ്റായിരുന്നു. അതുപോലെ തന്നെ 1 വർഷത്തോളം ഇത് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേയധികം നാളുകളോളം ഇതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ഈ സമയത്ത് ജോലിക്ക് പോവുകയാണ്, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ പോയി ഇതൊന്നും അറിയാതിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈഫ് ഇതേ കണക്ക് ഒരു ദിവസം ഈ ഒരു അമ്മയ്ക്കും ഈ ഒരു കുട്ടിക്കും ഉണ്ടെങ്കിൽ ഉറക്ക ഗുളികയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. നൽകിയതിന് ശേഷം ഒരു ദിവസം ആ ഒരു രാത്രിയിൽ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന സമയത്തുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഉണ്ടായിരുന്ന ഏതോ ലോണും കാര്യങ്ങളൊക്കെ എടുത്തതാണ്, അയൽക്കൂട്ടമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കിട്ടിയതോ 1,00,000 സംതിങ് രൂപയും കൊണ്ടാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പൈസ കൂടി ഈ ഒരു ഭർത്താവ് അടച്ചു തീർക്കേണ്ട ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ഒരു അമ്മയുടെ കാര്യം അതുപോലെ തന്നെ മോൻ്റെ കാര്യം. ഈ ഒരു മോനും അമ്മയും ഉണ്ടെങ്കിൽ ഇത്ര നാളായിട്ട് ഉറക്ക ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ കൊണ്ട് ആശുപത്രിയിൽ പോകണം, അതിൻ്റെ ചിലവുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ലോൺ എടുത്ത് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ അത്രയും പൈസ ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുകയും വേണം. ഇതൊക്കെ എങ്ങനെ അടയ്ക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നീ അവൻ്റെ കൂടെ പോയെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അടച്ച് തീർക്കണം. ആവശ്യമില്ലാതെ എന്നെ ഒന്നും ഇതിലേക്ക് വലിച്ചയക്കാൻ നിൽക്കരുത്. ഇനി എനിക്ക് അവളെ വേണ്ട എന്നുള്ളൊരു കാര്യം
പിന്നെ ഈ ഒരു ഭർത്താവ് ഓരോ ദിവസവും ഓരോ വീഡിയോസിൽ ഇതേ കണക്ക് ഭാര്യയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. അവൾ ചെയ്ത ചതിയും പിന്നെ ആദ്യമേ ഇതറിഞ്ഞതിന് ശേഷം ക്ഷമിച്ച് വിട്ടതാണെന്നുള്ളൊരു കാര്യം പിന്നെ ഇത് തുടർന്നിട്ടുണ്ടായിരുന്നു. പോട്ടെന്ന് വിചാരിച്ചു, പക്ഷേ അവസാനം ഇതേ കണക്കാണ് ആയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു എന്നുള്ളൊരു കാര്യം, പിന്നെ മകൻ്റെ അതുപോലെ തന്നെ അമ്മയുടെയൊക്കെ അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഗുളിക കഴിച്ചതിൻ്റെ കാര്യം. എന്തായാലും ഈ ഒരു വൈഫിനെതിരെ കേസ് കൊടുക്കാൻ തന്നെയാണ് ഈ തീരുമാനമായിരിക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് ഇത്രയും ഓവർ ഡോസായിട്ടൊക്കെ ഈ ഒരു ഗുളിക കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ഒരു വ്യക്തി എത്തിയെന്നാണ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അച്ഛൻ പറയിപ്പിച്ചതായിരിക്കാം. എന്തായാലും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് പറയുന്നുണ്ട്, എനിക്കിനി അമ്മയെന്ന് പറഞ്ഞിട്ട് ആളില്ല, പോയത് പോയി, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ വന്ന് കുറേയധികം പേര് ആ ഒരു വൈഫിനെതിരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലുള്ള സ്ത്രീകളുണ്ടല്ലോ, സ്വന്തം കുഞ്ഞിനോട് വരെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നുള്ളതും. ഇനിയിപ്പം മറ്റൊരു ബന്ധത്തിൽ ഇതാണ് കുട്ടി ജനിച്ചാൽ പോലും എന്ത് അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സ്വന്തം മകനെ വരെ ഉറക്കി കിടത്തിയിട്ട് ഓരോന്ന് ചെയ്തതും ഒരു ഉറക്ക ഗുളികയൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാലോ, അതൊന്നും ചിന്തിക്കാതെ സ്വന്തം സുഖത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളത് ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഭർത്താവിന് കുറേയധികം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കടുംകൈ ഒന്നും ചെയ്യരുത്, ഈ ഒരു മോന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് പറയാനുണ്ടായ കാരണം ലേറ്റസ്റ്റായിട്ട് ഇതേ കണക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. ഇതേപോലെ ഒരു ബസ് കണ്ടക്ടർ ഉണ്ട്. ആ ഒരു കണ്ടക്ടറിൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുട്ടിയുടെ കാര്യമൊക്കെ ആ ഒരു രാജേഷ് എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര്, കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈഫ് അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ഏത് ഒരാളായിട്ട് ഇഷ്ടത്തിലാവുന്നു, അവിടെ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ രാജേഷ് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോയി. പക്ഷെ സ്വന്തം കുഞ്ഞിനെ നോക്കിക്കൊണ്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈഫ് നാട്ടിൽ വന്നിട്ട് കൊച്ചിൻ്റെ കസ്റ്റഡി തനിക്ക് വേണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിയമ പോരാട്ടവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കോടതി ഉത്തരവ് വന്നത് ഈ ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ ഈ ഒരു അമ്മയുടെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ള രീതിയിൽ ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ രാജേഷിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവസാനം സ്വന്തം ജീവൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുടുംബം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈഫാണ് കാരണം എന്നുള്ളത്. പിന്നെ ഈ ഒരു ചടങ്ങിൽ, മരണത്തിൻ്റെ ചടങ്ങിൽ കുട്ടിയെ വന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പം പോലും ആ ഒരു വൈഫ് വിടുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം പോലീസ് ഇടപെട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വേറൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. വൈഫ് ഉണ്ടെങ്കിൽ ഈ ഒരു ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്ന സമയം കൊണ്ടുണ്ടെങ്കിൽ കുട്ടിയും കൊണ്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഏതൊരു മൊബൈൽ കടയുടെ ഓണറാണ്. ആ ഒരു വ്യക്തിയായിട്ടാണ് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിക്കാണെങ്കിൽ വേറൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അതൊന്നും ചിന്തിക്കാതെ ഇവരെല്ലാം കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം അവർ പിടികൂടിയ ഒരു കുട്ടിയെ ഒരു അച്ഛനെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ള ന്യൂസ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ കുറേ അധികം ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ കുറേയധികം പേര് വന്ന് കമൻ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇപ്പോൾ സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം ഒരു ദിവസത്തേനും കുറച്ച് സുഖത്തിന് വേണ്ടിയൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് ചിലപ്പം നല്ലത് കിട്ടാൻ ചീത്ത കിട്ടാൻ അതൊക്കെ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നതിനോട് ഞാനൊരിക്കലും യോജിക്കാറില്ല. പിന്നെ ഇതുപോലുള്ളവരെ കാര്യമൊക്കെ കുഞ്ഞിനെ വരെ കളഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേന് ഇവരെയൊക്കെ മൈൻഡ് സെറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേയധികം പേര് ഇതുപോലെ ഈ ഒരു ഗൾഫുകാരൻ്റെയൊക്കെ വൈഫിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് കുറേയധികം പേര് എല്ലാ ഗൾഫുകാരുടെ വൈഫ് ഇതേ കണക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മൊത്തത്തിൽ അങ്ങനെ പറയുന്ന രീതി വന്നിട്ടുണ്ടായിരുന്നു. അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവരും അങ്ങനെയൊന്നുമില്ല, ഇത് ഓരോ വ്യക്തികളുടെ കാര്യമാണ്, അതങ്ങനെ തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ ഒരു കുട്ടികളുടെ കാര്യമൊക്കെ ഓർത്തിട്ട് ഇവരാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായം അറിയാനും ആഗ്രഹമുണ്ട്.